ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള വഴിയില്ല സിനിമയ്ക്ക്. ഞാൻ വന്ന വഴി ഫോളോ ചെയ്താൽ വേറെ ആൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. എല്ലാവരും സ്റ്റാർട്ടിങ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയിരുന്നില്ല. വീട്ടിൽ അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല. മിക്ക വീടുകളിലും അങ്ങനെ തന്നെയായിരിക്കും. എൻജിനീയറിംഗ് ആയിരുന്നു വഴി. അപ്പം അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം ഇല്ല, നമുക്ക് അത്തരത്തിലുള്ള അറിവുകളില്ല. എന്നാൽ സിനിമയിലോട്ട് എത്തണമെന്നുണ്ട്. നമുക്ക് സിനിമയുമായിട്ട് ബന്ധമുള്ള ആരും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പോലും ഇല്ല. അപ്പം അതിന് നമ്മളായിട്ട് ചെയ്ത് പഠിച്ച് തുടങ്ങും. ഒരു അറ്റത്ത് നിന്ന് നമ്മൾ തന്നെ തുടങ്ങുക എന്നുള്ള രീതിയിൽ ഷോർട്ട് ഫിലിംസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ തുടക്കകാലത്തെ ഷോർട്ട് ഫിലിംസ് ഒന്നും എല്ലാം ചെയ്തിരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു പ്രൊഫൈലായിട്ട് കാണിച്ചു കൊടുക്കാനോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും അതൊന്നും അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളതും പോയി കിട്ടും എന്നുള്ളത്. അപ്പോൾ കാരണം നമ്മളിതെല്ലാം സീറോ നിന്നാണല്ലോ തുടങ്ങുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് വെച്ചിട്ടല്ല തുടങ്ങുന്നത്. അപ്പോൾ മോശം ഷോർട്ട് ഫിലിംസ് ചെയ്ത് തന്നെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്ത് അതിന് നല്ലത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് അതിൽ പാളിയിട്ടുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാവുക. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെയുള്ള ഷോർട്ട് ഫിലിംസ് എല്ലാം സീറോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു തുടക്കത്തിൽ ചെയ്തിരുന്നത്. പ്രൊഫൈലായിട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലും അതായിരിക്കണം എന്നല്ല വേറൊരാൾക്ക്. ചിലപ്പോൾ വേറൊരാൾക്ക് ആദ്യ ഷോർട്ട് ഫിലിമിൽ തന്നെ വർക്കായേക്കാം. ഇപ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഒരു സംവിധായകൻ, ആരാന്ന് പറയുന്നില്ല, പുള്ളി സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ല. പക്ഷേ അദ്ദേഹം പോയിട്ട് ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷനിൽ പോയിട്ടൊരു കഥ പറഞ്ഞു, പിച്ച് ചെയ്തു, അത് അവർക്ക് ഇഷ്ടമായി, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. ഒരു 3 ദിവസം കൊണ്ട് ആ സിനിമ ഓണായി എന്നുള്ളത് കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ 8 വർഷം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനർത്ഥം ആ പുള്ളി വലിയ ആളെന്ന് നമ്മൾ മോശമാണെന്നല്ല, നമ്മുടെ സമയം എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുട്ടേണ്ട വാതിൽ പോയി മുട്ടണം. ആ വാതിലോട്ട് എത്താൻ ഞാൻ 8 വർഷം എടുത്തു. പക്ഷേ ആ പറഞ്ഞ സംവിധായകൻ ആദ്യം മുട്ടിയത് കറക്റ്റ് വാതിലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ സമയമെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കഴിവില്ലെന്നോ അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ എത്താനുള്ള ആളല്ല എന്നുള്ള തോന്നലിൻ്റെ ആവശ്യമൊന്നുമില്ല. സമയം പോലെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആരുടെയും പാത്ത് ഫോളോ ചെയ്താൽ എത്തിക്കൊള്ളുന്നില്ല. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും ഇതെല്ലാം വെച്ചിട്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്തായിട്ടുള്ളൊരു സമയം കാര്യങ്ങൾ എടുക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് കേട്ടിട്ടുണ്ട് ഞാൻ, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ അസിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവർ തന്നെ ഒരുക്കി കൊടുക്കും എന്നുള്ളത്. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് പലരെയും ഫോൺ വിളിച്ച് ബന്ധപ്പെട്ട് നോക്കിയിട്ട്, പക്ഷേ AD ആവാൻ പറ്റുക എന്ന് പറയുന്നതൊരു അവർക്ക് വേണ്ട സമയത്തായിരിക്കണം നമ്മുടെ വിളി. നമ്മളെപ്പോൾ വിളിക്കുമ്പോഴും അവരുടെ കീഴിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്കും ഒരുപാട് പേര് AD ആവാനായിട്ട് അവസരം ചോദിച്ച് വിളിക്കാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഭരതനാട്യം ടീമായിട്ടുള്ള കുറച്ച് പേരുണ്ട്. പിന്നെ അതിന് മുമ്പ് നമ്മുടെ ഒപ്പം ഷോർട്ട് ഫിലിംസിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ADs ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേര് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഷൂട്ട് സമയം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് മാറും. ഏതെങ്കിലും ഒരാളെ നമുക്ക് പുറത്തു നിൽക്കേണ്ട ആവശ്യം വരും. അന്നേരം വിളിക്കുന്ന ആളെ നമുക്ക് പിക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോഴേ ഒരാൾക്ക് നമുക്ക് വാക്ക് കൊടുത്ത് നിൽക്കാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇൻ്റർവ്യൂസ് കാണാൻ ഇൻസ്പയർഡ് ആവാം. പക്ഷേ ഒരാൾ ആ വഴി സക്സസ് ആയി എന്ന് കണ്ടിട്ട് നമ്മൾ ആ വഴി പിന്തുടരണ്ട. നമ്മുടെ വഴി വേറെ തന്നെ ആയിരിക്കും. സിനിമയിലോട്ടുള്ള വഴി എല്ലാവർക്കും വേറെ വഴിയായിരിക്കും. അധ്യാപക ജോലി ചെയ്യുമ്പോഴല്ല സിനിമ മോഹം പൊട്ടി മുളച്ചത്. അതെനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ BTech ചെയ്തു. BTech ചെയ്തിട്ടുള്ള പിന്നീടുള്ള 2 വർഷങ്ങളായിരുന്നു എൻ്റെ ആദ്യ ഷോർട്ട് ഫിലിമുകൾ കുറച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതൊന്നും വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്ന ഷോർട്ട് ഫിലിം ചെയ്ത് തീർക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരെയും കൊണ്ട് കാണിക്കാനുള്ള മെനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് വിടാം, നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതാം. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഡയറക്ടേഴ്സിനെ കൊണ്ട് കേൾപ്പിക്കാം. അതും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും എനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് ടൂളാക്കിയിട്ട് AD ആവാൻ ചാൻസ് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ വീട്ടിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുത്ത് നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഞാൻ M.Tech പഠിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ M.Tech പഠിക്കാനപ്പോൾ പോയി ഞാൻ ചെന്നൈയിലാണ് പോയി പഠിച്ചത്. അപ്പോൾ അവിടെ കൂടി സ്ക്രിപ്റ്റ് ചെയ്ത് തീർക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ M.Tech ചെയ്തത്. M.Tech ചെയ്ത് ആ 2 വർഷം കൊണ്ട് തന്നെ എൻ്റെ ആദ്യ സ്ക്രിപ്റ്റ് തീർത്ത് അതെല്ലാം പ്ലാൻ പോലെ തന്നെ നടന്നു. അത് സ്ക്രിപ്റ്റ് എഴുത്ത് കഴിഞ്ഞ ഉടനെ പിന്നെ കഥ പറയാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ കഥ റിജക്റ്റ് ആവുന്നതല്ലാതെ എനിക്ക് AD കിട്ടുന്ന ചാൻസ് കിട്ടുന്നില്ല. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഒരിടത്ത് സിനിമ ഓണാവുന്നു, ആ വഴി എൻ്റെ കാശ് കുറേ പോകുന്നു, സിനിമ ഓഫാവുന്നു. ആ കാശ് കടം കിട്ടാനായിട്ടാണ് ഞാൻ പിന്നെ ജോലിക്ക് കയറുന്നത്. ആദ്യം ഒരു സൈറ്റ് എഞ്ചിനീയറായിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. ഒരു 4 മാസത്തോളം നേരം വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി സിനിമ ചെയ്യുന്നത് പോയിട്ട് സിനിമ കാണൽ പോലും സൈറ്റിലൊക്കെ വർക്ക് ചെയ്താൽ നടക്കില്ല എന്നുള്ളത്. പിന്നെ അത് വിട്ടിട്ട് പിന്നെ ഞാൻ ക്വാളിഫൈഡ് ആണ്, M.Tech കഴിഞ്ഞ ആളാണെന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചിങ് ജോബിന് കയറാൻ പറ്റി. ടീച്ചിങ്
ജോബിനൊക്കെ അറിയേണ്ട ഉദ്ദേശം തിങ്കളോട്ട് വെള്ളി വരെയല്ലേ കോളേജൊക്കെ ഉണ്ടാവുള്ളൂ. ശനി ഞായർ മുടക്കായിരിക്കും. അപ്പോൾ ആ 2 ദിവസം ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാം, ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ആ 2 ദിവസം കൂടി ചെയ്യാമെന്ന് കരുതിയിട്ടൊക്കെയാണ് 2 വർഷം ഞാൻ ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സിനിമയിലോട്ട് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ജോലിയും ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തത് കോഴിക്കോടാണ്. കോഴിക്കോട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ മീറ്റിങ്ങിനൊക്കെ വേണ്ടി പ്രൊഡ്യൂസേഴ്സിനും ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കുമ്പോൾ ഇവരുടെ ഒക്കെ വിചാരം ഞാൻ പാലാരിവട്ടത്തോ കാക്കനാടോ വൈകിട്ടേലും ഉണ്ടെന്നാണ്. എല്ലാവരും ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ പാലാരിവട്ടത്ത് നിന്നൊക്കെ പറയും. ഞാൻ കോഴിക്കോട് ഏതൊരു മലയാളം കണ്ടാലും വിളിക്കുന്നത്. കൊച്ചിയിലോട്ട് എത്താതെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആ ജോലിയും കൊണ്ട് കൊച്ചിയിലോട്ടായിട്ട് മുഴുവനായിട്ട് മാറിയത്. അപ്പോൾ പറഞ്ഞത് അതായിരുന്നു, അധ്യാപന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നില്ല. പിന്നെ ഞാൻ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തത്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലായതിന് മാത്രം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് നിർത്തിപ്പോരുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഒരേ സ്റ്റായിട്ടുള്ള തന്നെയാണ് ഉണ്ടായിരുന്നത്. കൂടുതലും എനിക്ക് തന്നെ പരിചയത്തിലുള്ള ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല സാലറി കിട്ടുന്ന ചേട്ടന്മാരുണ്ട് പരിചയത്തിൽ. ഈ ഒരു കോൺഫ്ലിക്റ്റ് ബാലേട്ടനിലെ ആണ് എന്നുള്ളത് അറിയാവുന്നത് തന്നെയാണ്. മാത്രമല്ല ഭയങ്കരമായിട്ട് ട്രോളുകളിലും മറ്റൊക്കെ ആയിട്ട് മൂകാംബിക സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പോഴും നിൽക്കുന്ന കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളത് ബോധ്യമായിരുന്നു. പക്ഷെ അവിടെ ഞാൻ ഇതല്ല നമ്മുടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് സിനിമയിൽ ഇതാവരുത്, ഇത് കഴിഞ്ഞിട്ടൊരു കോൺഫ്ലിക്റ്റ് കൂടി വരണം, അതിലാണ് നമ്മുടെ സിനിമയുടെ ഐഡൻറ്റിറ്റി ഇരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. അതൊന്നും കിട്ടാനാണ് എനിക്ക് കുറച്ച് സമയമെടുത്തത്. എനിക്കൊരു 16-17 ആ ഒരു ടൈമിലാണ് ഈ ഒരു കഥ ആലോചിച്ച് തുടങ്ങി. കഥയുടെ ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അഭിമാനികളായിട്ടുള്ള ഒരു നായർ തറവാട്, മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, നാട്ടിൽ ഓളിനോളായിട്ട് നടക്കുന്ന ഒരാൾ, അയാളുടെ വീട്ടിൽ മൊത്തത്തിൽ നാണം കിടാൻ സാധ്യതയുള്ള പോലത്തെ കാര്യം സംഭവിക്കുന്നു. ഈ വീട്ടുകാർ മൊത്തത്തിൽ അങ്ങ് ഒളിച്ച് ജീവിക്കേണ്ട പോലത്തെ ഒരു അവസ്ഥ വരിക എന്നുള്ളതായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെടുമ്പോഴാണ് നമ്മുടെ കാര്യത്തിൽ തിരിച്ച് ആൾക്കാർ ഇടപെടുക. അതിലൊരു പേടി തോന്നുന്നപ്പോഴാണ്. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ, എൻ്റെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എന്ത് പറഞ്ഞാലും അവരെന്ത് പറയുന്ന ആലോചിക്കും, ഇവരെന്ത് പറയുന്ന ആലോചിക്കും എന്നുള്ളതാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിക്കുള്ള കൊണ്ടു കൊടുക്കണമെന്നാണ് ഞാൻ ആദ്യമേ ചിന്തിച്ചതായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് എന്താവണം, ഒറ്റ നോട്ടത്തിൽ നാട്ടുകാരെ പിടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കോൺഫ്ലിക്റ്റ് ആവണം എന്നുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മേലെ ഞാനങ്ങനെ പിടിച്ച് ഇരുന്നതുമില്ല, അതങ്ങനെ വിട്ടു, അത് സമയം പോലെ വന്നോളും എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനൊരു സുഹൃത്തുമായിട്ടുള്ള ഒരു ഫോൺ കോളിലും സംസാരത്തിലും ഇരട്ടകൾ എന്നുള്ളൊരു ഇത് വേറെന്തോ കാര്യത്തിന് വേണ്ടി ഇരട്ടകൾ സംസാരിച്ചതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കഥ കിടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മുടെ കഥയിലൂടെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികം എല്ലാവരും ചിന്തിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇരട്ടകൾ എന്നുള്ളൊരു കോൺവെർസേഷൻ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ആലോചിച്ച് പോയി. ഇവിടെ ഈ വീട്ടിലും രണ്ടാമത്തെ വീട്ടിലും പടം കണ്ടിട്ടുണ്ടോ, ഞാൻ ഈ കിടന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ വീട്ടിലും ഒരേ ചായയുള്ള പയ്യൻ വന്നാൽ അപ്പം അതിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഡോക്ടേഴ്സായിട്ട് പഠിച്ച പണി ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് ചോദിച്ചപ്പോൾ അതിനൊരു 5% സാധ്യത ഉണ്ട് പറഞ്ഞു. ഒരച്ഛന് 2 അമ്മയും കുട്ടികളുണ്ടാവാനായിട്ട്. അത് മതി എന്ന് പറഞ്ഞു. എനിക്ക് എത്ര മതി, ബാക്കി 5% എൻ്റെ പടത്തിലെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം 10 ദിവസം സ്ക്രിപ്റ്റ് കഴിഞ്ഞു. 8 ജനറലുള്ളൂ, 36 കഥകളെ ലോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നത്. എല്ലാം തിരിച്ചു മറിച്ചടിക്കുന്നത് തന്നെയാണ് സിനിമ. അതല്ല പുതിയ കഥ ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കുന്നില്ല. ഏത് കഥ കൊണ്ടുവന്നാലും നമുക്ക് തന്നെ കാണുന്നുള്ളൂ, ഇത് ആ സിനിമയുടെ ബന്ധമുണ്ടല്ലോ, ഈ സിനിമയുടെ ബന്ധമുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഐഡന്റിറ്റി കൊണ്ടുവരിക, നമ്മുടെ രീതിയിൽ കഥ പറയാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ അച്ഛൻ തുറന്നു പറഞ്ഞു ഈ ഒരു സംഭവം എന്നുള്ളത് മാത്രമാണ് ബാലേട്ടനായിട്ട് അതിന് സാമ്യത വരുന്നത്. അല്ലാതെ ബാലേട്ടനായിട്ട് ആ സിനിമയ്ക്ക് ബന്ധമുണ്ട് തോന്നുന്നില്ല. അതൊക്കെ പറയുന്നത് അപ്പോഴേക്കെപ്പോഴേ വന്നിട്ട് പിന്നത്തെ സീനിൽ ഇവിടെ ഒന്ന് തുറന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേറെ അതേപടി അടിച്ചു മാറ്റി വെക്കണം നല്ലോണം പറയുന്നത്. നമ്മുടേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി സിനിമയിൽ കൊണ്ടുവരണം എന്നൊരു കാര്യത്തിൽ തന്നെ വേണം പ്ലാൻ ചെയ്യാൻ. പക്ഷേ കമ്പാരിസൺ വരുമ്പോൾ ഇത് അതിലുണ്ടല്ലോ, ഈ സിറ്റുവേഷൻ ഇതിലുണ്ടല്ലോ എന്നൊന്നും ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കഥകൾ തിരിച്ചും മറിച്ചും. പണ്ട് കിലുക്കം എന്ന് പറഞ്ഞ സിനിമയും എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞ സിനിമയും ഒരേ കഥ 2 രീതിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാസിൽ സാറാണ് സൂര്യപുത്രിക്ക് ചെയ്തത്, കിലുക്കം ചെയ്തിട്ടുള്ളത് പ്രിയദർശനായിരുന്നു. അപ്പോൾ 2നും കഥ ഏകദേശം ഒന്ന് തന്നെയാണ്. അച്ഛനെ അന്വേഷിച്ചിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുള്ളത്. പക്ഷേ ഒന്ന് പറഞ്ഞ രീതി വേറെ, കിലുക്കം പറഞ്ഞ രീതി വേറെ. കഥകളെല്ലാം പലതിൻ്റെയും നമുക്ക് ഒരുപോലെയൊക്കെ തന്നെ തോന്നും. പക്ഷേ നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പ്
സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ കുറച്ച് കാലം നടന്നിരുന്ന സമയത്ത് ഒരു സംവിധായകൻ്റെ അടുത്ത് പോയിട്ട് ആ സ്ക്രിപ്റ്റ് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ സിനിമ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ നായകൻ നടന്നങ്ങനെ പോകുന്നു, ക്യാമറമാനോട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എഴുതിയിട്ടുണ്ട്. എല്ലാം പുള്ളി കേട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിച്ചത് ഇത് തനിക്കങ്ങനെ ചെയ്ത പോലെ, കാരണം എൻ്റെ പണി കൂടി താനതിൽ പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ റൈറ്റർ ചെയ്യേണ്ട പരിപാടി എന്താണെന്നുള്ളതും സംവിധായകൻ ചെയ്യേണ്ട പരിപാടി. ഇപ്പോൾ വിഷ്വലി ഇതെങ്ങനെ ഓഡിയൻസിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് സംവിധായകൻ്റെ കോളായിരിക്കും. നമ്മളത് അതിൻ്റെ നറേഷൻ എങ്ങനെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതെങ്ങനെ വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതിൻ്റെ ക്യാമറ ആംഗിൾസ് അല്ലെങ്കിൽ കാര്യങ്ങളെങ്കിലും എഡിറ്റ് കട്ട്സ് വരുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഡയറക്ടറുടെ കോളായിരിക്കും. അപ്പോൾ കുറേ കൂടെ ആദ്യം അത് സാധ്യമാവണമെന്നില്ല. നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളായിട്ട് തന്നെ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റായിട്ട് കൊണ്ടുപോകുക. അതല്ലാതെ വേറെ സംവിധായകന് വേണ്ടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഗൈഡൻസിൽ നമ്മൾ എഴുതിയാൽ കുറേ കൂടെ ബെറ്റർ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്ററുടേതായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം ഒരു പ്രൊജക്റ്റ് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഒരു കൺസ്ട്രെയിൻ അറിയുന്നത് ഡയറക്ടറൊക്കെ ആയിരിക്കും. നമ്മൾ നമ്മുടെ ഭാവനയിൽ വരുന്ന നമുക്ക് ചിന്തയിൽ എത്ര വേണമെങ്കിലും വലുതാക്കി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പ്രൊജക്റ്റ് ചിലപ്പോൾ 2 കോടി രൂപ ബഡ്ജറ്റായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനൊരു സംവിധായകൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ ആവുക. ഇപ്പോൾ മറ്റേ സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞത് മനസ്സിലാവും. പുള്ളി തന്നെ അടുത്ത് പറഞ്ഞിടോ താനൊന്ന് ശ്രമിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കഥ പറയുന്നതിനേക്കാളും സിനിമ പറയാനാണ് പറ്റുക. അപ്പോൾ ഞാൻ നറേഷൻ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം സിനിമയായിട്ട് തന്നെ പറയാറുള്ളത്. കൃത്യമായി ഒരു കഥ എഴുതാനൊന്നും എനിക്കറിയില്ല, ഒരു കഥ പറയാൻ എനിക്കറിയില്ല. സിനിമ എഴുതാൻ എനിക്കറിയാം, സിനിമ പറയാൻ എനിക്കറിയാം. അപ്പം എൻ്റെ കഥ പറച്ചിട്ട് ഒരു എഡിറ്റ് ഉണ്ടാവാറുണ്ട്, ക്യാമറ ആംഗിൾ ഉണ്ടാവാറുണ്ട്, പെർഫോമൻസ് ഉണ്ടാവാറുണ്ട്. ഈ കഥാപാത്രം ഈ ടോണിലായിരിക്കും പറയുന്നുണ്ടാവുക. ഇത് കഴിഞ്ഞാൽ ഇവിടെ കട്ടാണ്, പിന്നെ നെക്സ്റ്റ് സീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മിഡ് വേ സീനിലായിരിക്കും എന്നുള്ളത് സിനിമ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ എഴുതാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെക്നിക്കാലിറ്റി കൂടി മനസ്സിൽ വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൽ സംവിധായകനുണ്ടാവും. താരത്തിനടുത്ത് ചെന്നാൽ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ താരത്തിനടുത്ത് ചെല്ലുമ്പോൾ പ്രൊഡ്യൂസറും പൊതു ചോദിക്കും. ആദ്യമേ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു രീതി ഉണ്ടാവുക. അല്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്തരത്തിൽ ഒത്തൊഴുക്കായിരിക്കും അവർക്ക് സ്ക്രിപ്റ്റ് കണ്ട ആളുകളുടെ പരവും. ഞാൻ തന്നെ ഈ ഒരു ചെറിയ സിനിമ ചെയ്തിട്ട് ഞാനിപ്പോൾ കേൾക്കുന്നതും അനുഭവിക്കുന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുമ്പ് പ്രശ്നമായി തോന്നിയ ഇതൊന്നും അവരുടെ ഭാഗത്ത് പ്രശ്നമല്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആദ്യമേ അവർ ഒഴിവാക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ആർട്ടിസ്റ്റിനടുത്ത് ചെല്ലുമ്പോൾ അവർ പറയാം പ്രൊഡക്ഷൻ ഉണ്ടോ, അത് നല്ല ബാനർ ഉണ്ടോ എന്നുള്ളതായിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഇല്ലെന്ന് പറഞ്ഞാൽ അവരത് ആയിട്ട് വരാൻ പറയും. പ്രൊഡക്ഷൻ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ അതിലാണ് പടരിക്കുന്നത്, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉപയോഗിക്കും. ഇത് രണ്ടും കടലിൽ കിടന്ന് പോവുക എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങാനായിട്ട്. അതൊന്നും അല്ലെന്നുണ്ടെങ്കിലാണ് തൊട്ട് താഴെ കാറ്റഗറി സൈഡിലോട്ട് അവരോട്ട് പോകുമ്പോൾ അവർ നമുക്ക് സീറ്റ് തരും. മറ്റ് മെയിൻ മാർക്കറ്റ് വാല്യൂ ഉള്ള നടന്മാർ നമുക്കൊന്നും അങ്ങനെ പെട്ടെന്ന് സീറ്റ് തന്നോളണമെന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ സംവിധായകരുടെ കൂടെ അസിസ്റ്റ് ചെയ്തും ചീഫ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് ഇവർക്കും നമ്മളെ പരിചയമാണ്. നമ്മളിൽ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് അവിടെ സ്പേസ് കിട്ടത്തുള്ളൂ. നമുക്കിതൊന്നും ഇല്ലാതെയാണ് വരുന്നത്. ഏതോ ഒരുത്തനാണ് ബസ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് സീറ്റ് തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ സമ്മതിക്കുള്ളൂ. ഈ കഥയും കൊണ്ട് ഞാൻ മുൻപ് പോയിട്ടുള്ളത് ദിലീഷ് ചേട്ടൻ്റെ അടുത്തും ഷറഫുദ്ദീൻ വിനയ് ഫോർട്ട് പിന്നെയാണ് ഏറ്റവും അധികം സൈജുവിൻ്റെ അടുത്താണ് ഞാൻ സമീപിച്ചത്. അപ്പം അന്ന് ലീഡ് ചെയ്യാൻ പുള്ളി റെഡിയല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയത്. ഇവരുടെ അടുത്തൊക്കെ റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും സൈജോട്ടൻ ലീഡ് ചെയ്ത് തുടങ്ങി. പിന്നെ സൈജോട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെയാണ് സൈജോട്ടൻ ത്രൂ ആണ് ഞാൻ തോമസ് ചേട്ടനോട് എത്തിയത്. പക്ഷേ തോമസ് ചേട്ടനോട് മുമ്പ് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പ്രൊഫൈലുകൾ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ഓണായതിപ്പോൾ സൈജേട്ടൻ്റെ അടുത്തും തോമസ് സാറും കൂടി പ്രൊഡ്യൂസ് ചെയ്തത്. ഈ രണ്ടുപേരും എൻ്റെ ഷോർട്ട് ഫിലിംസും കണ്ടിട്ടില്ല, എൻ്റെ വെബ് സീരീസും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ചെയ്തതൊക്കെ എന്തിനാണെന്ന് നോക്കിയാൽ തോന്നുന്നത്. അവർക്ക് ഉണ്ടാകുന്നത് എൻ്റെ മറ്റേ ചേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ഞാൻ എഴുതുന്നത്. ഒരു റൈറ്റർ മാത്രമായിട്ട് എങ്ങനെ എഴുതണം എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സംവിധായകരെ വിളിച്ചിട്ട് അവർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. അത് എനിക്ക് ബുദ്ധിമുട്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ സംവിധായകന് വേണ്ടി എഴുതാൻ അറിയില്ല. പിന്നെ ഒരു തിരക്കഥകൃത്ത് മാത്രമായിട്ട് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതേണ്ടത് എന്നുള്ള കാര്യം എനിക്കിപ്പോഴും കൺഫ്യൂസ്ഡാണ്. എനിക്കെപ്പോഴും സ്ക്രീനിൽ കാണുന്നതേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ സംവിധായകന് പഠിക്കേണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട്
സംവിധായകൻ തിരക്കഥ എഴുതുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ എഴുതാറുള്ളത്. അപ്പോൾ എൻ്റെ നറേഷനിൽ അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതെനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം ഈ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി. ഇതിന് മുമ്പും ഞാൻ കഥ പറച്ചിൽ നറേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളം ആയിട്ടുണ്ട്. 2015 ഞാൻ കഥ എഴുതി തുടങ്ങിയത്. 16 എൻഡിലാണ് ഞാൻ നറേഷൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സിനിമ പറയാനറിയാം. അതിനൊരു സമയം എടുക്കുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ സാധ്യമാകുന്നല്ല. എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാനപ്പോൾ അവരുടെ അടുത്ത് അങ്ങനെ വേണ്ട, എപ്പോഴാണോ സാറേ ഏത് കാലത്താണോ ഫ്രീ ആവുന്നത്, ഒരു 1 ഹവറെങ്കിലും തരാൻ ടൈം ഉള്ളപ്പോൾ മതിയെന്നും പറയാറില്ല ഞാൻ. അവിടെ എത്തി എൻ്റെ നറേഷൻ അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും സാറ്റിസ്ഫൈ ആവണം. അത് മിക്ക നറേഷൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിലൊരു ക്ലാരിറ്റി ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി ഓപ്പോസിറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ നമ്മളുള്ളവർക്കൊരു വിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ ചോദ്യം വന്നിട്ട് പ്രൊഡ്യൂസേഴ്സിനെ എങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഒന്നുമില്ല, ഞാൻ ആദ്യമേ തുടങ്ങി കാതടച്ച് വെടിവെക്കാനാണ് തുടങ്ങിയിട്ടായിരുന്നു. താനൊരു സിനിമാക്കാരനാണ്, എനിക്ക് ഞാൻ പറഞ്ഞ കഥ കേൾക്കുന്നുള്ള മൂടാണ്. താൻ എന്താണ് അതിനകത്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ഒന്നും പരിചയത്തിൽ പോലും ഒരു സിനിമാക്കാരനില്ലേ. എൻ്റെ ഒന്നും അറിവിൽ പോലും എൻ്റെ നാട്ടിലോ ഇതിലൊന്നും സിനിമാക്കാരനാണ്. ഇപ്പോൾ കുറേ സിനിമാക്കാരുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ച് നടന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിനിമാക്കാരനാണെന്ന് കേട്ടാൽ തന്നെ ഞാൻ റേഷൻ കൊടുക്കും. അപ്പം അങ്ങനെ ഇവരൊന്നും പിന്നീട് സിനിമയിൽ ഒരു കണ്ടിട്ട് പോലും ഇവരെന്താ സിനിമ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പോകുന്ന പോക്കിൽ നമുക്കൊരു യാത്ര എന്തായാലും ഉണ്ടാവും, പരിചയപ്പെടുന്ന ആളുകളുണ്ടാവും. ഈ പോകുന്ന ബസ്സിൽ വൈറ്റ് ലാമ്പിലൊക്കെ തിരിച്ച് കയറാൻ നമുക്ക് കഥ പറയുമ്പോൾ എന്താ, ഹലോ ഈ അവിടുന്ന് എനിക്ക് ഗ്യാങ്ങുകളുണ്ടാവും. അവിടുന്ന് കോൺടാക്ട്സ് കിട്ടും, എൻ്റെ കോൺടാക്ട്സ് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ പോയി കഥ പറഞ്ഞ് വർക്കൗട്ട് ആവുന്ന സ്ഥലത്തെ പ്രൊഡ്യൂസേഴ്സിൻ്റെ നമ്പർ എനിക്ക് തരും. ഞാൻ പോയിട്ട് കഥ പറഞ്ഞ് വർക്കൗട്ട് ആവുന്ന ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ കോൺടാക്ട് അങ്ങനെ കൊടുക്കും. അങ്ങനെ എനിക്ക് വലിയ അവരാണ് ഇപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നത്. പണ്ട് തൊട്ട് എൻ്റെ അമ്മ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ജേർണിയിൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്. അങ്ങനെ നമുക്ക് സ്വാഭാവികമായി വരുന്നത്. അതല്ലാതെ പിന്നെ ഈ സിനിമയുടെ ഡയറക്ടറൊക്കെ ഉണ്ട്, കൺട്രോളേഴ്സ് വിട്ടിട്ടുള്ള ഒരു ടെലിഫോൺ ഡയറക്ടർ ഉണ്ട്. അത് എന്നിട്ട് കൂട്ടുകാരൻ്റെ പേര് കിട്ടിയപ്പോൾ അവനതാരും കാണാൻ കഴിഞ്ഞൊന്ന് കുറേ പേജ് ഫോട്ടോ എടുത്ത് അയച്ചത് അങ്ങനെ പറഞ്ഞപ്പോൾ കിട്ടിയതിൻ്റെ പേര് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു കൃത്യമായ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്നുമില്ല. അതൊരു ഓർഗാനിക്കായിട്ട് നമുക്ക് കിട്ടുന്ന കണക്ഷനിൽ വരുന്നതാണ് ഇവരുടെയൊക്കെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു പ്രൊഡക്ഷനിൽ പോയിട്ട് കഥ പിച്ച് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനായിട്ട് ഒരു കഥ പിച്ച് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കഥ മോശമായതുകൊണ്ടായിരിക്കും എന്ന് മാത്രം ചിന്തിക്കേണ്ട. മേ ബി അതൊരു റീസൺ ആവാം. അതൊരു 100 റീസണിൽ ഒരെണ്ണം മാത്രമായിരിക്കും. കാരണം പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇത് ബിസിനസ്സാണ് സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ആ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഭയങ്കര വാല്യുള്ള ആർട്ടിസ്റ്റ്, ഞാൻ ഈ ഭരതനാട്യം ഞാൻ ഒരിക്കലും വലിയ ആർട്ടിസ്റ്റുകളായിട്ട് അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. മുമ്പുണ്ടാകുന്ന സ്ക്രിപ്റ്റിലാണ് ശ്രമിച്ചത്. ആ ശ്രമത്തിൽ എനിക്ക് മനസ്സിലായി നമുക്ക് അവിടെ അപ്രോച്ച് ചെയ്യാൻ അവിടെ നമ്മുടെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമമേ നടന്നിട്ടുള്ളൂ. ഇതുവരെ അവിടെ അടുത്തെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രാൻസ് സിനിമയിലൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ പോയിരുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിനോട് കഥ പറയാനുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് വേണ്ടിയിട്ടാണ് പോയത്. ഫോട്ടോ എടുക്കൽ മാത്രമേ നടന്നുള്ളൂ, സ്ക്രിപ്റ്റ് പറയുന്നത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അത് സാധിക്കില്ല. ഇപ്പം അവർക്കും ഉണ്ടാവും ഈ ഒരു സോർട്ടിങ് പ്രോസസ്സൊക്കെ അവർക്കും എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്കൊരു കരിയർ ഗ്രോത്ത് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അവർക്കൊരു കരിയർ പ്ലാൻ ഉണ്ടാവും. അതിന് നമ്മുടെ കഥ സെറ്റ് ആയിക്കൊള്ളുന്നില്ല. ഭരതനാട്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ സ്റ്റാർ സിനിമ ആവരുത്, ചെറിയ ആർട്ടിസ്റ്റുകളെ നമുക്കൊരു സീറ്റ് തരുള്ളൂ കഥ പറയാനായിട്ട്. അപ്പോൾ ചെറിയ ആർട്ടിസ്റ്റിൻ്റെ സിനിമ മതി. അത് ഒരു ഗ്യാങ് ആയിട്ടുള്ള സിനിമയാണ്. ഭരതനാട്യത്തിൻ്റെ ഫാമിലിയുടെ മൊത്തത്തിലുള്ള ഒരു പടമായിട്ട് പറഞ്ഞത്. അതിൻ്റെ ഒരു സൈഡിൻ്റെ ഒരു സോളോ ഹീറോ പരിപാടി, ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യുന്ന പോലത്തെ പരിപാടിയല്ല. അങ്ങനത്തെ കഥകൾ കൊണ്ട് ഇവരുടെ അടുത്തൊക്കെ ചെല്ലാനേ പറ്റുള്ളൂ. ഇതൊരു മെയിൻ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാനുകൾ വേണം. ഒരൊറ്റ കഥ മാത്രം കൊണ്ട് ചെല്ലാതെ അതിൽ പ്രൊഡ്യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിലും പലരും വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് മാത്രം സിനിമ ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് വലിയ ഡീലുകളുണ്ടാവും. അവർക്ക് നെറ്റ്ഫ്ലിക്സ് ആയിട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ വലിയ ഡീലുകളുള്ള അഗ്രിമെൻ്റ് ഇരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അടുത്തൊരു 6-7 പടം നെറ്റ്ഫ്ലിക്സിനായിരിക്കും ആ പ്രൊഡ്യൂസറിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ എപ്പോഴും അപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ മിനിമം മാർക്കറ്റ് വാല്യുള്ള നായകനെ വെച്ച് ഒരു പടം ചെയ്യും. നമ്മുടെ കഥ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇതൊരു വലിയ സ്റ്റാറിന് പറ്റിയതല്ലെങ്കിൽ അവരത് വിടും. അപ്പോൾ കഥ ഇഷ്ടപ്പെടാ നമ്മൾ പോയി ഡൗൺ ആവേണ്ട കാര്യമില്ല എന്ന് പറയും. നമ്മുടെ കഥ അവർ എടുക്കാത്തതിൻ്റെ കാര്യം പല ഫാക്ടേഴ്സും അതിനകത്ത് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സെയിം ആർട്ടിസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും അവർക്കും ഒരു കരിയർ പ്ലാനിങ് ഉണ്ട് എന്നുള്ളത്. അവർ കരിയർ പ്ലാനിങ്ങിൽ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഒരിക്കലും വയ്ക്കാൻ നോക്കുന്നുണ്ടോ. നമ്മുടെ സിനിമ ചെയ്താൽ ഒരു സ്റ്റെപ്പ് താഴോട്ടിറങ്ങി വരുമായിരിക്കും. അപ്പോൾ അവർ പല കാര്യങ്ങളും ഉണ്ടാവും എന്ന് പറയും. അത് പോയി പറഞ്ഞു വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഡൗൺ ആവേണ്ട കാര്യമേ ഇല്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആയാൽ അടുത്ത വഴി നോക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ആ കാര്യം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിച്ച് ചെയ്യാൻ പോകുമ്പോൾ അതുകൂടി മനസ്സിൽ വെച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞതാണ്.
ഓ അത് വേറെ പോയിന്റ് പറയാം. നമ്മൾ പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആണെന്ന് അവർക്ക് തോന്നും. കാരണം അതെനിക്കിപ്പോൾ റീസെൻ്റ് എന്തുകൊണ്ട് നമുക്കൊക്കെ സിനിമയിൽ അവസരം കിട്ടാൻ അത്ര വൈകിയെന്നുണ്ടെന്ന് തോന്നിയത് ഇവർക്ക് വരുന്ന ഈ ഒരു കുത്തൊഴുക്കുണ്ടല്ലോ. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട് കയ്യിൽ, പിക്ചറൊക്കെ ഉണ്ട് കയ്യിൽ, സിനോപ്സിസ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ സോഫ്റ്റ് കോപ്പീസും ഹാർഡ് കോപ്പീസും ഒക്കെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ ഒരു 10 കോളവർക്ക് ഒരു ദിവസം വന്നു, അല്ലെങ്കിൽ 10 പേര് അവരുടെ ഒരു ദിവസം പോയി കഥ പറഞ്ഞു. ഈ 10 പേരുടെ കയ്യിലും ഈ വക സാധനങ്ങളില്ല. അവർക്ക് ഭയങ്കര എമേച്ചർഷായിട്ടാണ് അവരുടെ അപ്രോച്ച് തോന്നി കഴിഞ്ഞാൽ 11ാമനായിട്ടോ നമ്മൾ നിൽക്കേണ്ടത്. നമുക്ക് ആരോടൊക്കെ വരും. അപ്പം നമ്മുടെ അവസരം പോകുന്നത് ഭയങ്കര അമേച്ചറായിട്ട് ഇതിനെ സമീപിക്കുന്ന വേറെ കുറേ പേര് കാരണം നമ്മുടെ അവസരം പോകും. ഇപ്പം ഞാൻ കഥ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത്. ഞാനൊക്കെ ഈ നടന്മാർ വേറെ ആൾക്കാരെ വെച്ച് കഥ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിട്ട് ഇതുവരെയല്ല സിനിമ ചെയ്യേണ്ടത്. മറ്റുള്ളൊരു കഥ കേട്ട് അവൻ വർക്കാവാത്ത കഥ എനിക്ക് വർക്കാവും എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അത് അവരുടെ നിവൃത്തികളാണ്. കാരണം ഇതുപോലെയാണ് വന്നത്. ഇപ്പം എനിക്ക് തന്നെ ഒരു ചെറിയ സിനിമ തിയേറ്ററിൽ പോലും വർക്കൗട്ടാവാത്ത സിനിമയാണ്. OTT മാത്രം കുറച്ച് പേര് കണ്ട സിനിമയാണ് നമ്മളെ. എന്നിട്ട് വരെ എനിക്ക് ഇത്ര അധികം മെസ്സേജസ് വരുന്നുണ്ട്, കഥകൾ കേൾക്കാനുള്ളത്. അപ്പോൾ ഞാൻ തുടക്കം കുറച്ച് കഥകൾ കേട്ടിരുന്നു. കഥകൾ കേട്ടിരുന്നത് ഒരെണ്ണം ഒഴികെ വേറെ ഒന്നും എന്താ പറയുക, ഈ സിനിമയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സീരിയസ്നെസ്, അതിന് വേണ്ടിയാണ് നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റെപ്പായിട്ടാണല്ലോ കാണുന്നത് സിനിമ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ട ഒരു സീരിയസ്നെസ് പോലും ഇല്ലാത്ത ആളുകളാണ് കൂടുതലും. നിങ്ങളും കൂടെ എനിക്ക് ഒരുമിച്ചിരുന്ന് എഴുതാറ്. ഞാനിപ്പോൾ എനിക്ക് കൂടെ ഇരുന്ന് എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഡയലോഗ്സും കാരണം നമ്മൾ ആർട്ടിസ്റ്റ് ഡേറ്റ് ഇട്ടിട്ട് എഴുതിയ പോലെ എന്നൊക്കെ. ഇതൊന്നും നമ്മൾ ആദ്യമായിട്ട് സബ്ജക്റ്റ് കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈൻ മാത്രം കയ്യിൽ വെച്ച് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും പുള്ളി പ്രൊഡക്ഷനോട്ട് പോകുമ്പോഴും ആർട്ടിസ്റ്റ് അടുത്ത് പോകുമ്പോഴും പറയുന്നത്. അപ്പോൾ ഡേറ്റ് തന്നാൽ ഞാൻ ബാക്കി എഴുതി തരാമെന്ന് പറയാൻ നമ്മളായിട്ടില്ല. അതിന് നമ്മൾ കുറേ കൂടെ നോക്കണം. അപ്പോൾ ഈ പലരുടെയും അപ്രോച്ച് അങ്ങനെയാണ്. വർക്ക് ചെയ്യാനുള്ള ക്ഷമയില്ല എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യാവുന്നത്. ഇതുപോലെ തന്നെയാണ് ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ടാകുമ്പോൾ അതിനിടയിൽ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് നടക്കുന്ന നമ്മൾ ഒരു ഓട്ടോമാറ്റിക് തഴഞ്ഞു വരും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആണെന്നുള്ളത് അവർക്ക് തോന്നണം. ആ രീതിയിൽ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനും സംസാരിക്കാനും എന്ത് പ്രസൻറ്റ് ചെയ്യാനാണെങ്കിലും. ഒരിക്കലും ആക്യുറേറ്റ് ഒരു ബഡ്ജറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തായാലും ഒരു കൺട്രോൾ ഗ്രൂപ്പിൽ നിന്നിട്ടും ചെയ്യും. എത്ര നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ട് പോകും എന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ തന്നെ നമുക്ക് ബഡ്ജറ്റൊക്കെ കംപ്ലീറ്റ് പറയാൻ പറ്റും. ഏതാണ്ട് രൂപത്തിൽ പറഞ്ഞാൽ മതി. അതായത് അപ്പോൾ ഈ 5 കോടിയാണ് ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവർക്ക് ഏതാണ്ട് ഈ പടത്തിൻ്റെ ഒരു രൂപം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഒരു എക്സാക്ട് ബഡ്ജറ്റ് ആയിരിക്കില്ല അവർ ചോദിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ പടമാണോ വലിയ പടമാണോ. ഈ 5 കോടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസൊക്കെ ഏതാണ്ട് ഏത് റേഞ്ചിലുള്ളതായിരിക്കും എന്നുള്ളത് അവർക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവരത് ചോദിക്കുന്നത്. നമുക്കതിന് എന്താ അത് അവർക്ക് പറയാം. നമ്മളിത് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് പറഞ്ഞാൽ അത് ചുമ്മാടിച്ചാൽ അവർക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ പടത്തിൻ്റെ ഒരു സ്കെയില് നമ്മൾ മനസ്സിൽ കാണുന്നത് ഏത് രീതിയിലായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് ചോദിക്കുന്നത്. ഈ സിനിമയിലെ ആക്ടറുകളായിട്ട് നമ്മൾ 2 പേര് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലുക്ക് വൈസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 പേര് നമ്മൾ ചൂസ് ചെയ്തിട്ടാണ്. ആക്ച്വലി ആ ഏജ് കാറ്റഗറിയിൽ ട്വിൻസിനെ നമുക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. പ്രീ പ്രൊഡക്ഷനൊക്കെ ടൈം 1 മാസം താഴെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്വിൻസിനെ പല വഴിക്കും അന്വേഷണം വന്നപ്പോഴും 15 ഇയേഴ്സിന് താഴെയുള്ള പിള്ളേരെയും പിന്നെ 40+ ഒക്കെ ആൾക്കാരെ കിട്ടുന്നത്. ഈ ഒരു ഏജ് കാറ്റഗറിയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളത് ട്വിൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അഭിനയിക്കാൻ ഒരു താല്പര്യം പോലും ഉള്ള ആൾക്കാരെ കിട്ടുന്നുണ്ടാവില്ല. പിന്നെ 2 പേരെ കിട്ടിയത് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്ന 2 കുട്ടികളായിരുന്നു. അവരപ്പോൾ ഈ പറഞ്ഞ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന മൊത്തം സമയം ഷൂട്ടിൻ്റെ തലേന്ന് വരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് നോക്കി. പക്ഷേ അപ്പോൾ രക്ഷ ഉണ്ടാവുന്നില്ല. കാരണം ലുക്ക് മാത്രമല്ലല്ലോ, പെർഫോമൻസാണ് മെയിനായിട്ട് വേണ്ടത്. മാത്രമല്ല നമ്മുടെ സിനിമയിൽ ബാക്കിയുള്ളത് ഇപ്പോൾ കലാരഞ്ജൻ ചേച്ചി, സായി ചാട്ടൻ പോലുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ അവരെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് തിത്തൈതകഥയിൽ കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സ്പെർട്ടുകളൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ളത് തോന്നലാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ അത് നമുക്കും കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല, അവർക്കും കോൺഫിഡൻസ് ഇല്ല ചെയ്യാന്നുള്ളത്. പിന്നെ അവന്മാരെ മാറ്റി ഷൂട്ടിൻ്റെ തലേന്നാണ് നമ്മൾ ഈ പറയുന്ന 2 പേരെ കൊണ്ടുവരുന്നത്. അത് നമ്മൾ ഉദ്ദേശിച്ചൊരു ലുക്കും ഇങ്ങനത്തെ ആയിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. ആ ടൈമിൽ നമുക്ക് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു. പക്ഷേ അവന്മാരുടെ പരിപാടി ഭയങ്കരമായിട്ട് വർക്കായി. അവരുടെ ഉള്ളിൽ ഈ പറയുന്നൊരു പെർഫോമൻസ് പരിപാടി കാരണം അവർ മുമ്പ് അവർക്ക് ആരുമായിട്ട് ചെറിയ വേഷങ്ങൾ ഓരോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവർ ഡയലോഗുള്ളത് ഇല്ലാത്ത സമയത്ത് ഡോക്ടർ സിനിമ ഇപ്പോൾ ത്രൂ ഔട്ട് പരിപാടികളൊന്നും അവർ ചെയ്തിട്ടില്ല. ഡയലോഗ്സ് ഒന്നും അവരധികം പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്കുള്ളിലൊരു പരിപാടി ഉള്ളത് കൊണ്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്പെൻഡ് ആണ് എന്ന് പറയാം. ട്രെയിനിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ആ സിനിമയ്ക്ക് ചില സമയം എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾക്ക് വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രം കാര്യമില്ല. പിന്നെ അടുത്ത സ്ക്രിപ്റ്റാണ് സിനിമയുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ക്രിയേറ്റീവ് സൈഡിലുള്ള കാര്യം മാത്രമാണ്.
നമ്മൾ സ്ക്രിപ്റ്റാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുക, ഔട്ട് ഇറക്കുക എന്നുള്ള കാര്യം വരെ നമുക്ക് ഉള്ളൂ. അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ കുടമുളക് പോകുന്നതേ ഉള്ളൂ. കൂടെ നമ്മളെക്കാളും അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറെ സിനിമകളുണ്ടാവും. എല്ലാവരും നല്ല സിനിമകൾ തന്നെയാണ് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ വേറെ 2 സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ സിനിമ തേർഡ് പ്രയോറിറ്റി വരുള്ളൂ ആളുകളുടെ. മാത്രമല്ല അതിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു മാസാവസാനമാണ് നമ്മൾ സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം ആൾക്കാരുടെയൊക്കെ ശമ്പളം കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇല്ലാത്ത കാശും കൊടുത്ത് നമ്മുടെ സിനിമ കാണാൻ ആൾക്കാർ വരില്ല. കാരണം അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹീറോ അല്ല നമ്മുടെ സിനിമയിലുള്ളത്. ഇതെല്ലാം നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. സൈജുചേട്ടൻ ഒരു സിനിമ ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ ഒരു ഇനീഷ്യൽ ഫുള്ള് ആദ്യമേ ക്രൗഡ് ഓടി കയറും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. അത് സൈജുചേട്ടൻ്റെ എല്ലാവർക്കും റിയാലിറ്റി അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ സിനിമകൾക്കൊക്കെ വേണ്ടത് ഒരു ബ്രീത്തിങ് സ്പേസ് ആണ്. എൻ്റെ സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസ് ആണ്, പ്യൂർ ഫാമിലി ഓഡിയൻസ് ആണ്. നമ്മൾ ജെൻസി കിഡ്സിന് വേണ്ടിയിട്ടോ ഈ പറയുന്ന സോക്കോൾ 2K കിഡ്സിന് വേണ്ടിയിട്ടോ ആയിരുന്നില്ല സിനിമ ചെയ്തത്. പക്ഷേ ഇവരിലൂടെയൊക്കെയാണ് സിനിമകൾ അപ്പുറത്തോട്ട് എത്തുന്നത്, ഫാമിലിയിലൂടെ എത്തുന്നത്. അപ്പോൾ ആ ഒരു വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡായി ഫാമിലിയൊക്കെ തിയേറ്ററിൽ എത്തുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ സിനിമ പോയി തിയേറ്ററിൽ. പണ്ട് കാലത്താണ് പതുക്കെ പിക്കപ്പായി വന്ന് ഹിറ്റാവുന്നു എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ ഒരാഴ്ച പോലും നമുക്ക് തികച്ച് കിട്ടുന്നില്ല. നമ്മുടെ സിനിമ ഇറങ്ങി 5-ാം ദിവസം ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ട് നമ്മുടെ സിനിമ വാഷൗട്ടായി. അപ്പോൾ ആ ഒരു ബ്രീത്തിങ് സ്പേസ് നമുക്ക് കിട്ടിക്കൊള്ളത്തില്ല. നമ്മുടെ പണി ചെയ്യുക എന്നുള്ളൂ. ബാക്കിയെല്ലാം ഡിപ്പെൻഡാണ്. നമ്മളിവിടെ വലിയൊരു സിനിമ വന്ന് റിലീസായാലും നമ്മുടെ പരിപാടിയോടെ തീരും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടുമല്ലോ. OTT ഒന്ന് സക്സസ് ആയപ്പോൾ ഒരു സമാധാനം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഷോർട്ട് ഫിലിംസൊക്കെ പ്രൊഫൈലാക്കി വെച്ച പോലെ ഒരു സിനിമ പ്രൊഫൈൽ ഇട്ടിട്ടുകൊണ്ട് ഞാൻ വീണ്ടും നടക്കേണ്ടതെന്നാണ്. എനിക്ക് കുറച്ചുകൂടി മുമ്പേ പ്രിപ്പയർ ആയിട്ട് ചെയ്യുന്നതാണ് എനിക്ക് കംഫർട്ട്. അതായത് പ്രധാനപ്പെട്ട സീനുകളെല്ലാം തന്നെ മുമ്പേ ലൊക്കേഷനിൽ വന്ന് ഷോർട്ട് ഡിവൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നമ്മൾ ചെറുതായിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്താൽ മതിയല്ലോ. അത് ഞാൻ സ്റ്റോറി ബോർഡ് കാര്യങ്ങളോട്ടൊന്നും പോകാറില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള തന്നെ നോട്ട് എനിക്ക് ഉണ്ടാവും. അതിനകത്ത് തന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടാണ് പോകാറുള്ളത്. അതായത് പർട്ടിക്കുലർലി ഈ ഷോട്ടുകൾ, ഈ സീനിൽ ഷോട്ടുകൾ ഇങ്ങനെ വന്നാലാണ് വർക്കൗട്ട് ആവുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ കൂടി പ്രിപ്പയർ ചെയ്യാറുണ്ട് ഈ ഷോർട്ട് ഡിവിഷൻ ഉൾപ്പെടെ. അതല്ലാത്ത നോർമലി പോകുന്ന കോൺവെർസേഷൻ പരിപാടികളൊക്കെ രാവിലെ വന്ന് ക്യാമറമാരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. പിന്നെ തീർച്ചയായും എൻ്റെ സിനിമയിൽ അഭിനയിച്ചാണെന്ന് മാത്രമല്ല എൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെയാണ് പുള്ളി. ഞാൻ 3 വർഷം മുമ്പ് പുള്ളിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് വേറെ സബ്ജക്റ്റായിട്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്ക് കഥാപരമായിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് തിയേറ്ററിൽ വർക്കൗട്ട് ആകുമോ എന്നുള്ള ഡൗട്ടുണ്ട് എന്നുള്ള കാര്യം. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദീപ എന്ന് പറഞ്ഞപ്പോൾ അതിൽ പുള്ളിക്ക് ഈ പറഞ്ഞൊരു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, നമ്മുടെ കഥ പറഞ്ഞ നറേഷനും ക്ലാരിറ്റി അത് പുള്ളിക്ക് ഇമ്പ്രസ് ആയിട്ടാണ്. ആ സിനിമ തിയേറ്ററിൽ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിൻ്റെ പുറത്താണ് പുള്ളി അത് പിടിക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ. പക്ഷേ 3-4 ലീഡുകളുണ്ട്. 1 ഓഫ് ദ ലീഡ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടാമത് ഈ കഥ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ സിംഗിൾ ലീഡ് പരിപാടിയാണെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി അത് പിടിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് പറഞ്ഞത്. 3 വർഷം കഴിഞ്ഞ് ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ പുള്ളി കേൾക്കാൻ തയ്യാറായിരുന്നു. കേട്ടപ്പോൾ വർക്കൗട്ടായി. പിന്നെ പുള്ളി തന്നെയാണ് പുള്ളി പറഞ്ഞു, പ്രൊഡക്ഷൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളി എനിക്ക് ശ്രമിച്ചു തരാം. അത് പുള്ളിയുടെ വലിയ മനസ്സ്. അത് എല്ലാവരും ചെയ്തു. ഇത്തരം കാറ്റഗറി ആർട്ടിസ്റ്റുകൾ സ്വന്തമായിട്ട് അവർക്ക് മേലോട്ട് വരണം എന്നുള്ളതുകൊണ്ട് അതിനും ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചെന്നപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും അതിനു വേണ്ടി. കാരണം അവർക്ക് മറ്റ് സിനിമ ആർട്ടിസ്റ്റുകൾക്ക്, മെയിൻ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇഷ്ടംപോലെ പ്രൊഡ്യൂസേഴ്സിന് കിട്ടാണ്ടാവും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മേലോട്ട് വരണം എന്നുള്ളതാണ്, ഇവരുടെ കൂടെ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് പ്രൊഡക്ഷൻ നോക്കാനും ചിലപ്പോൾ സഹായമാസായിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും സൈജോട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി നോക്കണമെങ്കിൽ നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി കൊണ്ടുവരും ചെയ്തു. പക്ഷെ പിന്നെ പുള്ളിയുടെ കോ പ്രൊഡ്യൂസറും ആവാമെന്നുള്ളത് ഒരേ ദിവസം തന്നെയാണ് തീരുമാനിച്ചത്. പിന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടറാണ്. നമ്മൾ മറ്റ് പല നടന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പേടിയുണ്ട്. അവരെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകളൊന്നും അത്ര സുഖകരമായിരിക്കില്ല നമുക്കൊരു ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ നിർത്തിയില്ല. നമ്മുടെ നാട്ടിലെ ആർട്ടിസ്റ്റുകൾ കുറവാണ് ഇൻഡസ്ട്രിയിൽ. നമ്മൾ അങ്ങോട്ട് തന്നെ പോകേണ്ട വരും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി ആലോചിച്ച് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരും. പക്ഷേ അത്തരത്തിലുള്ള ഒന്നുമില്ല. ഭയങ്കര ഞാൻ പുള്ളി എൻ്റെ പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ചെന്ന് പറയുന്നത് പുള്ളിയുടെ വർക്ക് ചെയ്ത ആരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. കാരണം പുള്ളി അതാണ് പുള്ളിയുടെ പ്ലസ് ആയിട്ട് കാണുന്നത്. സൈജോട്ട് എപ്പോഴും പറയാറുണ്ട്, ഞാൻ അത്ര ഗംഭീര ആക്ടറൊന്നുമല്ല, എനിക്ക് സിനിമ വരുന്നത് ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ മര്യാദയ്ക്ക് നിൽക്കുന്നില്ല എന്നുള്ള പരാതികൾ പലരെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടോ, ഗോസിപ്പായിട്ട് വരെ കേട്ടിട്ടുണ്ടോ. ഈ ഗോസിപ്പിൽ പറഞ്ഞ ഉള്ളത് ഇതിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പുള്ളി ഭയങ്കര പ്രൊഫഷണലായിട്ട് അതിനൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ കാരണം ആർക്കും ഒരു തലവേദനയില്ല എന്ന്
പിന്നെ പുള്ളി നല്ല ആക്ടറാണ്. പുള്ളി പറഞ്ഞ ഗംഭീര അതല്ല എന്ന് പറയുന്നത്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പടങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണെന്ന് പുള്ളി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സൈബിനെ അപ്രോച്ച് ചെയ്യാനും ബുദ്ധിമുട്ടുള്ളതല്ല. സൈബിനെ വെച്ച് പടം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വരും. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കഥ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു സ്പേസ് കിട്ടുക, എനിക്ക് പറയാനുള്ളൊരു ഫ്രീഡം, ആ ഒരു ടൈം കിട്ടുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചോദിച്ചു മേടിക്കാറുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് കഥ പറയുമ്പോഴത്തും നിങ്ങൾക്ക് 2 മണിക്കൂർ കഥ പറയണമെങ്കിൽ പറഞ്ഞോ, 10 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് പറയണമെങ്കിൽ പറഞ്ഞോ, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒരു ടൈം അതിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അല്ലാതെ തിക്കും തിരക്കും പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാറില്ല. ഈ വഴി നമ്മളിങ്ങനെ വന്നിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് ആ ഒരു അപ്പുറത്ത് കൊടുക്കാറുണ്ട്.